നമസ്കാരം. ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. രണ്ടാം ഇടതുപക്ഷ സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റാണ്. വളരെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എലക്ഷൻ മുഖത്ത് വന്നു നിൽക്കുന്ന സമയത്ത് ഒരുപാട് ക്ഷേമ പദ്ധതികൾ നിറഞ്ഞു നിൽക്കുന്ന പദ്ധതികളുമായിട്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഒപ്പം സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാരെ കൂടെ നിർത്തുവാനും പിണങ്ങിപ്പോയ അല്ലെങ്കിൽ കൂറുമാറിപ്പോയ MLA ക്ഷീണം തീർക്കത്തക്ക തരത്തിൽ കൊട്ടാരക്കരയ്ക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചതും നമുക്ക് ബഡ്ജറ്റിൽ കാണുവാൻ കഴിയും. പ്രധാനമായിട്ടും നമ്മൾ ഒരു പ്രാദേശിക മീഡിയ എന്ന നിലയിൽ കൊല്ലത്തിന് എന്ത് കിട്ടി എന്ന് പറയുമ്പോൾ പല പദ്ധതികളുടെയും പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ എത്ര നാളിനുള്ളിൽ നടപ്പാക്കും എന്നുള്ളത് ഒരു ബഡ്ജറ്റിലും പറയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണം കുന്നത്തൂർ താലൂക്കിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവർത്തനമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പേ തന്നെ വലിയ തുക വകയിരുത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം ഇന്ന് പാതി മുടങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബേസ്മെന്റും അല്ലെങ്കിൽ തൊട്ട് മേലോട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ അവിടെ പ്രാഥമികപരമായ പല ആവശ്യങ്ങളും ബുദ്ധിമുട്ടുന്ന കാഴ്ച ശാസ്താംകോട്ടയെ സംബന്ധിച്ച് കാണാം. എന്നും ശാസ്താംകോട്ടക്കായൽ എൻ്റെ കാമുകി എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറയാറുണ്ട്. ഈ പ്രാവശ്യം കാമുകിക്ക് ഒന്നുമില്ലാത്ത ഒരു ബഡ്ജറ്റായി നമുക്ക് നോക്കിയിരുത്തേണ്ടി വരും. അതുപോലെ കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട മൈനാപ്പള്ളി മേൽപ്പാലത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തായി എന്നുള്ളത് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്നും ആ മൈനാഗപ്പള്ളിയിലെ ആൾക്കാർക്ക് കരുനാഗപ്പള്ളിയിലേക്കുള്ള ഗതാഗതം വലിയ തടസ്സമായി. റെയിൽ ഗതാഗതത്തിന്റെ നിരന്തരം ഉണ്ടാകുന്ന ഗേറ്റടവുകൾ അവരെ കരുനാഗപ്പള്ളിയുമായി ബന്ധിപ്പിക്കുന്നത് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ആവശ്യമായ കരുനാഗപ്പള്ളി റെയിൽ മേൽപ്പാലത്തിനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇന്നും കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒട്ടുമിക്ക പ്രഖ്യാപനങ്ങളും നടക്കുമ്പോഴും ചില അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചില പ്രവർത്തനങ്ങളെ നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്നടിക്കരുത്. ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ പണം ചെലവഴിക്കുന്നത് ഓട്ടോയുടെ ഫ്യൂവലിന് വേണ്ടിയാണ്. പഴയ ഓട്ടോ പൊളിച്ച് ആക്രി വിലയിൽ സ്ക്രാപ്പായി കൊടുക്കുമ്പോൾ അവർക്ക് 40,000 രൂപ പ്രത്യേകം ബോണസ് കൊടുക്കുന്ന പ്രത്യേക പദ്ധതി ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഓട്ടോ സ്റ്റാൻഡുകൾ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിലാക്കുവാനും അവിടെ സോളാർ സംവിധാനത്തിലൂടെ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നു. അങ്ങനെ ഓട്ടോ തൊഴിലാളികളെ കൂടെ നിർത്തുവാനുള്ള ചില പദ്ധതികളും ഇതിനകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കുന്നത്തൂരിൽ ഇത്രയും അധികം അവഗണന ഉണ്ട് എന്ന് പറയുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും കുന്നത്തൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി ഫണ്ട് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ വകയിരുത്തിയേക്കുന്നതും നമുക്ക് ശ്രദ്ധേയപ്പെടുത്താവുന്നതാണ്. മാത്രവുമല്ല, MC റോഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വികസനങ്ങൾ 3 ജംഗ്ഷൻ പോയിന്റുകൾ കൊല്ലം ജില്ലയിൽ കൂടെ കടന്നു വരുന്നതും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് വളരെ ആശാവഹമാണ്. എങ്കിലും സമ്മിശ്ര പ്രതികരണം ആണ് പലയിടത്തും ഉണ്ടാകുന്നത്. ക്ഷേമ പദ്ധതിക്ക് ശക്തമായ ഊന്നൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വെൽഫെയർ പൊളിറ്റിക്സിന്, അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് വോട്ട് നൽകും എന്നുള്ള വിശ്വാസത്തിലൂടെ വെൽഫെയർ പൊളിറ്റിക്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടി ഇടതുപക്ഷത്തിന്റെ കടന്നുപോയിരിക്കുന്നു എന്ന് നമുക്ക് ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.